എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇന്ന് എന്താണ് ഡിവൈൻ തരുന്നതെന്ന് നോക്കാം. അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം ഇന്നത്തെ മെസ്സേജ് എന്താണ്. പേഷ്യൻസ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഫെർട്ടിലിറ്റി വന്നിട്ടുണ്ട്. ഫോം ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്. ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര വന്നിട്ടുണ്ട്. ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ്. സാക്രിഫൈസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇവിടെ ക്ലാരിഫൈ ചെയ്യാം എന്താണ് ഇങ്ങനെ ഈ കാർഡ്സ് ഇവിടെ വന്നതെന്ന്. പേഷ്യൻസ്, സ്ട്രെങ്ത്, ഫെർട്ടിലിറ്റി, ഡെത്ത്, ഫൗണ്ടേഷൻ, ഹാർട്ട് ചക്ര, സിക്സ് ഓഫ് കപ്സ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ക്ലാരിറ്റി കൊടുക്കാം. Vase, valley, money path, rat വന്നിട്ടുണ്ട്. നെക്സ്റ്റ് hammock, vulture, അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ള കാർഡ് പേഷ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് ഒരുപാട് കാലമായി എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ക്ഷമയോടെ കാത്തിരുന്നതായിരിക്കും അതെങ്ങനെ പോകും എന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ ക്ഷമയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പായി, നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരുന്ന കാര്യത്തിനൊരു ഫുൾ സ്റ്റോപ്പായി എന്ന് കാണുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്കൊരു പ്രതിഫലം കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യമാണ്. അപ്പോൾ അതിന് സ്ട്രെങ്ത് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ കാര്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അതിലുപരി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ ചിലപ്പോൾ ഇതൊരു എക്സാം എഴുതി റിസൾട്ട് കാത്തിരുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വളരെ സന്തോഷിക്കാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട്. റിസൾട്ട് എന്തായാലും പോസിറ്റീവായിരിക്കും. അല്ല, ഇതൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ആയി നിങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ വീണ്ടും റീഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട്. അത് വെറും ഒരു റീയൂണിയൻ അല്ല, ഒരു സ്ട്രെങ്ത് ആണ്. ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി പോയതായിരിക്കും, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങോട്ട് അത് പറയാതെ കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കാതെ നിങ്ങളും വെയിറ്റ് ചെയ്തതായിരിക്കും ഈ ആൾ നിങ്ങളോട് പറയട്ടെ
എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തതായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ പരസ്പരം രണ്ടു പേർക്കും ഉള്ളിൽ ഇഷ്ടമുണ്ടായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും അത് പുറത്ത് പറയാതിരുന്നിരിക്കുക. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നിരിക്കാം ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന്. അങ്ങനെ ആയിരുന്നു എങ്കിൽ ആ ഒരാൾ നിങ്ങളിലേക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം സ്ട്രെങ്ത് ആയി എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും റിസൾട്ട് കാത്തിരുന്ന ആൾക്കാരാണെങ്കിലും വളരെ പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. ഫെർട്ടിലിറ്റിയാണ്. ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം നിങ്ങൾ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ചിലപ്പോൾ അത് നിങ്ങൾ പുറത്ത് പറയാതെ വെച്ചിരുന്ന കാര്യമായിരിക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം എന്നതിലുപരി ഏറ്റവും വലിയ സന്തോഷമായിരിക്കും നിങ്ങൾ ആ ഒരു കാര്യം ഇതിൽ ആ ഒരു കാര്യത്തിന് എൻഡായി എന്നുള്ളതാണ്. എൻഡ് മാത്രമല്ല, ഡെത്ത് മാത്രമല്ല, അതൊരു റീബർത്താണ്. അപ്പം നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ മതിയാക്കിയിട്ട് പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ ഒരു റീബർത്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. റീബർത്ത് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ആദ്യത്തെ ആ ഒരു കാര്യം ചിലപ്പോൾ ആ ഒരു പ്ലാനിങ് ശരിയല്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് മാറ്റങ്ങൾ എന്താണോ നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം, ചിലപ്പോൾ അതൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിൽ അത് നിങ്ങൾ പ്ലാനിങ്ങിലായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് എൻഡാക്കി, നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ആ ഒരു കാര്യത്തിന് എൻഡാക്കിയിട്ട് വേറൊരു കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു റീബർത്താണ്. അത് വേറൊരു തരത്തിലാണ് നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എൻഡ് ആകുന്നതോടൊപ്പം അത് റീസ്റ്റാർട്ട് ആകുന്നു. അത് വേറൊരു തരത്തിലാണ് എന്ന് മാത്രം നിങ്ങൾ കുറച്ചുകൂടി ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു കാര്യത്തിൻ്റെ വരായികകളൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളത് വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരുന്നുവെങ്കിൽ അതിൽ ഈ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡാക്കി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ആളിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോയതാണെങ്കിൽ നിങ്ങളത് വേണ്ട, നിങ്ങൾ എൻഡാക്കാമെന്ന് വിചാരിച്ച് അത് എൻഡാക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഫൗണ്ടേഷനാണ്. അപ്പം അത് നൈറ്റ് ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എന്തോ ഒരു കാര്യം ശരിക്കും വളരെ ആലോചിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഇന്നത്തേക്ക് ഉള്ള കാര്യമല്ല നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇന്നത്തേക്ക് മാത്രമല്ല, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ നല്ല ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തോ ഒരു ആലോചനയിലാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ഇന്നേ ദിവസമോ ഈ അടുത്ത ദിവസങ്ങളിലോ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നു കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വലിയൊരു കുറി ഒക്കെ കൊടുക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അത് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാനാണ്. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, അങ്ങനെ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ്. ഹാർട്ട് ചക്രയാണ്. ഹാർട്ട് ചക്രയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ആക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പം അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രണയമോ അല്ലെങ്കിൽ വേദനകളോ ഒക്കെ നിങ്ങൾ എൻഡാക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളുടെ ഒരു വിഷമകരമായ ഒരു സൈക്കിൾ എൻഡാകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എൻഡാകുന്നുണ്ട്. അത് നിങ്ങളെ ഹാർട്ട് ചക്രയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ശരിക്കും മറ്റുള്ളവർ തന്ന വേദനകളോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ടുള്ള ഒരു പെയിനോ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു ഭാരം പേറിയാണ് നിങ്ങൾ ജീവിച്ചതെങ്കിൽ അത് നിങ്ങൾ എൻഡാക്കാൻ തീരുമാനിച്ചു. നിങ്ങളോടും കൂടി ക്ഷമിക്കാൻ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട്. ഇത് പലരും നിങ്ങളുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത് ആരും അറിയരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങളെ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഇത് പുറത്താരോടും പറയാൻ പറ്റാത്തൊരു കാര്യം, അതൊരു വലിയ രഹസ്യമായിരിക്കാം. ആ ഒരു കാര്യം
നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി അത് മനസ്സിൽ കൊണ്ടു നടക്കണ്ട, ഒന്നുകിൽ അത് നിങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചായിരിക്കാം. കാരണം അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മാർപ്പ് കൊടുത്തിട്ടുണ്ടാവാം. ഹാർട്ട് ചക്ര വന്നപ്പോൾ നിങ്ങൾ അത് മാപ്പ് കൊടുത്തു, നിങ്ങളെ തന്നെ ചിലപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, എന്തിനാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് സ്വയം നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ എൻ്റെ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു വലിയ ഭാരം, നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് നടന്ന ഒരു ഭാരം നിങ്ങൾ ഇറക്കി വെച്ചു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ആരുടെയെങ്കിലും മുന്നിലൊരു കുറ്റസമ്മതം നടത്തുന്നത് ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാരം ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പെയിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കാൻ ഒരു ബ്ലോക്ക് ഇതായിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയിട്ട്, നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ അത് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ കാണുന്നുണ്ട്. ത്രോട്ട് ചക്രയാണ്. 10 ഓഫ് പെന്റക്കിളും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഏതെങ്കിലും ബിസിനസ് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായി മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ത്രോട്ട് ചക്ര ആക്റ്റീവാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് നമ്മളെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാതെ വരുന്നൊരു ഒരു സമയമുണ്ട്. നമുക്ക് പല കാര്യങ്ങളും പറയണം എന്ന് വിചാരിക്കും, പക്ഷേ ആ സമയത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ പക്ഷേ ഈ സമയം ഇന്ന് നിങ്ങൾ എന്ത് കാര്യം, ഇപ്പോൾ ഈവൻ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പറയുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു ദിവസമാണെന്ന്. അപ്പോൾ ഇന്നൊരു ബിസിനസ് തുടങ്ങാൻ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഒരു ബിസിനസ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പറയുന്ന ആ ഒരു ബിസിനസ് കിട്ടും എന്ന് കാണുന്നുണ്ട് കേട്ടോ. കാരണം 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഒരുപാടുണ്ടാവും. കാരണം ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളോട് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ അറിയാലോ, എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിലും ഒരാളിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഈവൻ ഒരു കാര്യം വിൽക്കുന്ന കാര്യത്തിലാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു വിൽപ്പന നടത്തുന്ന ആൾക്കാരാണെങ്കിൽ, എന്തെങ്കിലും വണ്ടിയോ വീടോ ഒക്കെ നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ ക്ലയൻറ്റിനോട് നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലായാലും, ഇപ്പോൾ ഈവൻ ഒരു ഷോപ്പിൽ കസ്റ്റമേഴ്സ് വന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു കസ്റ്റമറോട് നിങ്ങൾ പറയുന്ന രീതി അനുസരിച്ച് അവർക്ക് ആ ഒരു കാര്യം നിങ്ങൾ പറയുന്നത് കേൾക്കുകയും കൂടുതൽ ബിസിനസ് കിടക്കുകയും ചെയ്യും. കാരണം ഇന്ന് ഈ ഒരു 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കും എന്നാണ് കാണുന്നത്. പിന്നെ ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം മുന്നേ വരെ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാലം മുന്നേ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്കത് സാധ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ അത് നിങ്ങൾ പഠിക്കാൻ പോയിക്കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒരു എക്സാമിൽ തോറ്റിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫെയിലായി പോയിരുന്നുവെങ്കിൽ, അത് നിങ്ങളത് വളരെ വിഷമിച്ചിരുന്നുവെങ്കിൽ ആ ഒരു എക്സാമിന് നിങ്ങൾ ജയിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് കാലം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യം നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടുന്നുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് വളരെ സന്തോഷം വരുന്നു എന്നുള്ളതാണ്. കാരണം കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ സാക്രിഫൈസ് ആണ്. അപ്പോൾ നിങ്ങളിൽ പലരും സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ എന്നാൽ മറ്റുള്ളവർ ആരും തന്നെ നിങ്ങൾക്ക് ആ കിട്ടേണ്ടുന്ന ഒരു സ്നേഹമോ ഒരു കരുതലോ ഒന്നും കിട്ടിയിട്ടും ഉണ്ടായിരിക്കില്ല.
അപ്പം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഞാനിത് ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഇങ്ങനെ എന്നും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തിനാണ് ഞാൻ എനിക്ക് ഇല്ലാതെ അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാക്രിഫൈസ് വേണമോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു റെയിൻബോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്ത് പറ്റും, അപ്പോൾ ഇനി എൻ്റെ സന്തോഷവും എനിക്ക് ആവശ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ സന്തോഷിപ്പിക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി എന്ന് കാണുന്നുണ്ട്. പിന്നെ ഗ്രാസ് ഹോപ്പറാണ്. ഇതിൽ ചില സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ബാലൻസിലേക്ക് വരാൻ ചിലപ്പോൾ ആരെങ്കിലും ആയിട്ടൊരു എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം അത് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യണം. അതൊന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കണം, ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഇന്ന് ആ ഒരു കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. പിന്നെ ഹമ്മോക്കാണ്. ടേക്കിംഗ് എ വെക്കേഷൻ ഫിസിക്കലിയോ മെൻ്റലി. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഒന്ന് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈ എല്ലാ തിരക്കുകളിൽ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. 2 ദിവസത്തേക്കെങ്കിലും എനിക്കൊരു വെക്കേഷൻ വേണം, ഈ സ്ട്രഗിൾ ഇനി എനിക്ക് വയ്യ, ഒരു കാമായിട്ട് എനിക്കിരിക്കണം. അപ്പോൾ ചിലപ്പോൾ അത് വെറുതെ വീട്ടിലിരിക്കാൻ തോന്നുന്ന ഒരു ദിവസമായിരിക്കും. ചിലപ്പോൾ ഓഫീസിൽ കുറേയധികം നാൾ കൊണ്ട് നിങ്ങൾ ശരിക്കും ഒരു റെസ്റ്റും ഇല്ലാതെ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മെൻ്റലി ആയാലും 2 ദിവസം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കണം. എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഇന്ന് ലീവ് എടുത്ത കുറച്ച് ആൾക്കാരും ഉണ്ടായിരിക്കാം. മണി പാത്താണ്. എ പാത്ത് വിത്ത് മണി ഈസ് വെയിറ്റിംഗ് ഫോർ യു ടു ഫൈൻഡ് ഇറ്റ്. നിങ്ങൾ കണ്ടെത്തണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് പൈസ കിട്ടുന്ന കാര്യം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. അത് പക്ഷെ നിങ്ങൾ കണ്ടെത്തണം. അത് ഇങ്ങോട്ട് വരില്ല, നിങ്ങൾ അങ്ങോട്ട് പോയി കണ്ടെത്തണം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാര്യം നിങ്ങൾക്ക് ആവശ്യമാണ്, ഈ പൈസ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ ഒരു വഴി എന്താണെന്ന്, വഴിയും പൈസയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പോയി കണ്ടെത്തണം. നിങ്ങളത് വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. വാല്യൂ ആണ്. ഡീപ്പ് പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞാൻ എന്നൊരു സന്തോഷത്തോടെയുള്ള ഭാവം, ഞാൻ എന്നുള്ളൊരു ഭാവമല്ല, അതൊരു അഹംഭാവമല്ല, പക്ഷേ ഒരു കോൺഫിഡൻസ്, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമല്ലോ, എന്തായാലും എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകും എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും ചില കാര്യങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലാതിരുന്നുവെങ്കിൽ, നിങ്ങൾ പല കാര്യങ്ങളും പകുതി വെച്ച് നിർത്തിക്കളഞ്ഞുവെങ്കിൽ, ഇതിനി മുന്നോട്ട് പോയാൽ പറ്റില്ല, ഇതിനി നടക്കൂല, എന്നെക്കൊണ്ട് ഇത് പറ്റൂല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ഈ സ്റ്റോപ്പ് ചെയ്ത കാര്യം തന്നെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റും, ഞാനത് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകും എന്ന് കാണുന്നുണ്ട്. വെയ്സാണ്. സീക്രട്ട് അഡ്മയറർ. നിങ്ങളെ ആരോ രഹസ്യമായി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. ആ ആള് പക്ഷേ നിങ്ങളോടത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളെ ഒരുപാട് ആരാധിക്കുന്ന ആളാണെന്ന് കാണുന്നുണ്ട്. പൊതുവേ നിങ്ങളെ ഒരുപാട് ഇഷ്ടത്തോടെ കാണുന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടമായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമായിരിക്കാം, നിങ്ങളുടെ സംസാരം ഇഷ്ടമായിരിക്കാം, നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ഇഷ്ടമായിരിക്കാം. പക്ഷേ ആ വ്യക്തി അത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഉള്ളിൽ തന്നെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ പുറത്ത് പറയുന്നില്ല. അത് രഹസ്യമായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഉണ്ട് എന്നാണ്
ക്രിബാണ്. ബർത്ത് ഓർ കൺസെപ്ഷൻ ഫോർ എ ചൈൽഡ് ഓർ എൻ്റർപ്രൈസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ബിസിനസ്, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു കുഞ്ഞ്, ഇത് ഇവിടെ ഫെർട്ടിലിറ്റിയും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കുഞ്ഞിന്, നിങ്ങൾക്കൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു വാർത്ത നിങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് വന്ന മെസ്സേജാണ് ഫെർട്ടിലിറ്റി ക്രിബ്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടക്കും എന്നാണ് പൊതുവായി പറയാൻ പറ്റുന്നത്. വൾച്ചറാണ്. ഡിപ്രഷൻ, ആൻസൈറ്റി, വറി, ദാറ്റ്സ് someone is against you. ചില ആരോ നിങ്ങളുടെ എഗെയിനിസ്റ്റ് ആയി ഇരിക്കുന്നത് കൊണ്ട് ചില ആൾക്കാർക്ക് ഒരു ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വെച്ചിരുന്ന ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ അത് ആ വ്യക്തി നിങ്ങൾക്ക് എതിരായി ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അത് മനസ്സിലാക്കുന്നത്, ഈ വ്യക്തി എനിക്ക് എതിരാണെന്ന്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇൻറ്റിമേറ്റായി കരുതിയിരുന്ന ആളായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ആൾ ഇങ്ങനെ എഗെയിൻസ്റ്റ് ആകുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഈ വ്യക്തി അനുകൂലമല്ലാത്തൊരു നിലപാടാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ വരുന്നു എന്ന് കാണുന്നുണ്ട്. നെക്സ്റ്റാണ് ആൻഡ് ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു എന്നാണ്. ചില ആൾക്കാർ അവർക്ക് ഫാമിലിയോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ഫാമിലി എനിക്ക് ആവശ്യമാണ്. ചിലപ്പോൾ അത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. എനിക്ക് ഒരു ഫാമിലി വേണം, ഇനിയും സെറ്റിൽഡ് ആകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒറ്റപ്പെട്ടു പോയ ആൾക്കാരാണെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ട് ഒരു ഫാമിലി ഉണ്ടായിരുന്നു എങ്കിൽ എന്നെ ഇപ്പോൾ ചേർത്ത് നിർത്താൻ പറ്റുമായിരുന്നല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റാറ്റാണ്. സമൺ വർക്കിംഗ് എഗെയിൻസ്റ്റ് യു ബിഹൈൻഡ് യുവർ ബാക്ക്. ഇപ്പോൾ സെയിം വേറൊരു ഇതും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ഇന്ന് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ചില ആൾക്കാർ നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് അറിഞ്ഞതിൻ്റെ ഒരു ഡിപ്രഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയായിരിക്കാം. ഈ ഒരു ആളിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമേ ഒരിക്കലും വരും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നും നിങ്ങൾക്ക് ഒരു ചതി പോലെ ഒരു ചെയ്തു എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ പിറകിൽ നിന്നും കുത്തി എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ നേർക്ക് നേരെ സംസാരിക്കാത്ത ആരോ ഒരാൾ, ഈ ഒരാളിനെ നിങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ടതായി കരുതിയിട്ടും ഉണ്ടായിരിക്കാം. ഈ ആളുടെ ഭാഗത്തുനിന്ന് മാത്രം ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റിയില്ല, ഒരു ഡിപ്രഷനിലേക്ക് പോയി എന്ന് കാണുന്നുണ്ട്. വെയ്സാണ്. സീക്രട്ട് അഡ്മയറർ പറഞ്ഞല്ലോ. അപ്പോൾ പൊതുവേ ഒരു നല്ല എനർജി തന്നെയാണ്. കുറച്ച് ചില ആൾക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന് ഒരു അടി കിട്ടും. അപ്പോൾ അത് ഇത് റീഡിങ് എടുക്കുന്നത് കൊണ്ട് കിട്ടുന്നതല്ല. അതിൽ അങ്ങനെ ഒരു കാര്യം നടന്നത് നിങ്ങൾ അറിയുന്നതായിരിക്കും. നാളെ ചെയ്യുമെന്നുള്ളതല്ല, ആ ചെയ്ത കാര്യം നിങ്ങൾ അറിയുന്നതായിരിക്കും. നേരത്തെ ആ വ്യക്തി നിങ്ങളോട് ഇത് ചെയ്തതായിരിക്കാം, നിങ്ങൾക്ക് എതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിരിക്കാം. നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു കാര്യം അറിയുന്നതായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതാണ് ഇന്നത്തെ മെസ്സേജ്. എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസം തന്നെയാണ്. ഒരുപാട് മുൻപോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന ഒരു ദിവസവും കൂടിയാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യം മുന്നേ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ആർക്കെങ്കിലും പറഞ്ഞല്ലോ എക്സാമിൽ പാസ്സാകുന്ന ഒരു കാര്യമായിരിക്കും കൂടുതൽ ഇവിടെ കിട്ടുന്നത്. PSC എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ റിസൾട്ട് വരുന്നുവെങ്കിൽ അത് പാസ്സാകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്പിലൊക്കെ പോകാൻ എന്തെങ്കിലും എക്സാം എഴുതിയിരുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള ഒരു അറിയിപ്പ് വരുന്നുണ്ടായിരിക്കും. ഇത് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കൂടുതലായിട്ട് ഇത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. നിങ്ങൾക്കിത്
ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഉപയോഗം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.